എന്നാ എന്നാ ഉണ്ട് ശബരിമലയ്ക്ക് പോകാൻ ബസ് വരുമോ നോക്കുമായിരുന്നു. ഇന്ന് ലാസ്റ്റ് ദിവസം വേണ്ടി ചിലപ്പോൾ കുറവായിരിക്കും. എല്ലാം ഒന്നാ കയറാം, അല്ലെങ്കിൽ അപ്പുറത്ത് പോയി എരുമേലിക്ക് പറ്റും. ഏത് വണ്ടിയാണെങ്കിലും നിർത്തും. വേറെ അമ്മമാർക്ക് ലക്ഷ്യമൊന്നുമില്ലല്ലോ, ശബരിമല മാത്രമല്ലേ. ടൗണ് സ്റ്റാൻഡിലൊന്നും കയറുന്നില്ലല്ലോ. ഇന്ന് ഗുരുതിയാ, ലാസ്റ്റ് ദിവസമാണ്. വണ്ടി ഉണ്ടെങ്കിൽ പോകാമെന്ന് ഓർത്താ. വണ്ടി ഇല്ലേ പിന്നെ എരുമേലിക്ക് പോകണം. ഇതിലേ ഉള്ളത് ചിലപ്പോൾ ഇതിലേ കയറി പോകും, കോഴിത്തോട് വഴി. അതുകൊണ്ട് എളുപ്പമുണ്ടല്ലോ. എന്നാണ്ട് ആ ഞാൻ ശബരിമലയ്ക്ക് പോകാൻ ഓർത്ത് വണ്ടി ഉണ്ടെങ്കിൽ പമ്പയ്ക്ക് ചിലപ്പോൾ ഇതിലേ കൂടെ വരും. ക്യാമറ മാറിയില്ല, അത് കംപ്ലൈൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിപ്പം അത് സെയിം സാധനം തന്നെ പിന്നെ ഒന്ന് മേടിച്ചേ. ഇപ്പം ഇത് 2 ദിവസം 3 ദിവസം ആയതേ ഉള്ളൂ. നാളെ അടയ്ക്കുന്നെങ്കിൽ ഇന്നും കൂടെ തൊഴാൻ പറ്റും. നാളെ രാവിലെ അടയ്ക്കും. മറ്റേ പന്തളത്ത് അതുവരെ ഉള്ളൂ. അടൂരിലേക്ക് മാറിയോണ്ട് ഭയങ്കര തിരക്ക്. അവിടെ നിന്ന് ഇവിടെ വണ്ടി ഓടിച്ച് വരുമ്പോൾ തന്നെ 6 മണിക്കൂർ. എത്ര ദിവസം കൂടുമ്പോഴാണ് പോകുന്നത്? ആഴ്ച വണ്ടി വരുന്ന ലക്ഷണമില്ല. ഇന്ന് ലാസ്റ്റ് ദിവസം ആയതുകൊണ്ടേ വലിയ ആ തിരക്ക് കാണത്തില്ല. അപ്പം വല്ലതും റിട്ടേൺ പോയ വണ്ടി വല്ലതും തിരിച്ചു വന്നെങ്കിലേ ഉള്ളൂ. ഇനി വേറെ എരുമേലിക്ക് പോവാല്ലേ. പണിക്കാരെ കണ്ടെന്നൊക്കെ പറഞ്ഞു നാട് നിൽക്കും. ഞാൻ ബസ് കയറാൻ നിൽക്കുമ്പോൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചാ. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പോയേക്കാന്ന് പറഞ്ഞു. എങ്ങനെയും ഇന്ന് പോകാൻ പറ്റും. തിരിച്ചു വരുമ്പോ ഭയങ്കര പാടാണ്. തിരിച്ചു വരാൻ വണ്ടി കിട്ടത്തില്ല. സ്വന്തം വണ്ടിയില്ല, നടക്കുക തിരിച്ചു വരും. പിന്നെ കേട്ടും കേട്ടോ ഗുണമുണ്ട്. അതെ അതെ എനിക്കറിയാം. ഇതൊക്കെ സ്റ്റാൻഡിന്റെ ഇപ്പുറത്ത് കൊണ്ട് ഇറക്കി വിട്ടു. നാളെ ആർക്ക് പ്രവേശനമില്ല. രാജാവ് കയറി കഥ അടച്ച് സിനിമേനിമാർക്ക് പോലും നാളെ ഇല്ല. ഇന്ന് വൈകിട്ട് എല്ലാം മൂടി റെഡിയാക്കി ഇട്ടേക്കും. പുള്ളി രാവിലെ കുടി കഴിഞ്ഞ് ഒന്ന് വടക്കുവശം കയറി ഒഴിച്ച് കരഞ്ഞിറങ്ങുന്നത്. അത് സങ്കടമാകും, ഭയങ്കരമാണ് എനിക്കത് കണ്ട. ഈ വർഷം പക്ഷെ പ്രതിനിധി ഇല്ല. അഞ്ചു കൊണ്ടൂടെ കൊട്ടാരത്തൊന്നുമില്ല, മരണം ഉണ്ടായി. അതിന് വേറെ ആരെന്താ വൈകിട്ട് എങ്ങാണ്ട് 8 മണിക്കല്ലേ കുരുതി അല്ലേ? അത്ര സമയമാവും. ഇപ്പൊ വലിയ കുഴപ്പമില്ല. ഇല്ലേ? പണ്ടൊന്നും കാണിക്കത്തില്ല. ഇപ്പൊ കുഴപ്പമില്ല. ഒരുപാട് ആളൊന്നും കാണുകയല്ല. മാളികപ്പുറത്തിന്റെ അവിടെ, മാളികപ്പുറത്തിന് അപ്പുറത്ത് അവിടെ നിറച്ച ആള് കാണും. മാളികപ്പുറത്തിന്റെ അവിടെ ഇഷ്ടംപോലെ ആള് കാണും. പറഞ്ഞിട്ട് കാര്യമാണ്. വെള്ളത്തിന് പോകുന്നു. വെള്ളം പറ്റുന്നുണ്ടോ? വെള്ളം പറ്റി ഞങ്ങളുടെ ഒത്തിരി കുറഞ്ഞു. ഇവിടെ മഴ പെയ്യുന്നതാണ്. അങ്ങനെ ഒരു മഴ അത്താ പെയ്താലും രക്ഷയില്ല. വെള്ളം കൂടെ പറ്റി പോകുമോ? 1 മണിക്കൂറെങ്കിലും നിന്ന് പെയ്തില്ലെങ്കിൽ പോയി പറ്റിക്കളയും. മിനിങ്ങാന്ന് വന്നിട്ട് ഇന്നലെ പോയിട്ട് തൊഴാൻ നോക്കല്ല, തിരിച്ച് വന്നിട്ട് ഇന്ന് പോവാണ്. ഞാനോടത്തെ പോകത്തില്ലായിരിക്കും.
അല്ല അതന്നെ അങ്ങനെ എനിക്ക് തിരക്ക് കുറഞ്ഞു. ഒരുതിക്ക് പോകാൻ വന്ന ആ അതെല്ലാ വർഷവും വരുന്നതാണ്. അതേക്കുറിച്ച് ആ മഴ തമിഴ്നാട്ടിൽ അല്ല ഞാൻ മുണ്ടക്കയത്താ. പുള്ളി മുണ്ടക്കയത്തുള്ള ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരുമിച്ചാ പോയെ. അപ്പൊ ഇന്ന് ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ കാണും. എവിടെ പോവാ? ഇന്നലെ പോയാലും ഇന്നലെയാന്ന് പറഞ്ഞത്. ഇന്നലെ അത് പറഞ്ഞു പോയല്ലേ. എനിക്ക് ഇന്നലെ ഞാൻ നോക്കി, അന്നേരം ഞാൻ അവരുടെ പോസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ കണ്ടിരുന്നു. തുണി മേലെ കഴുകിയിട്ടുണ്ട്. ഞാൻ എടുത്ത് വെച്ചോളാം. കാവി പോയതാ വെട്ടുണ്ടായിരുന്നു. ചോറ്റി പോയതാ. രാവിലെ മാല പോരും. രാവിലെ മാല പോരും. പിടിക്കുവാണോ? കൈ കൊടുക്കുന്നത് വലത്ത് കൈ അറിയാൻ പാടില്ലെന്നാണ്. അല്ല വലത്ത് കൊടുക്കുന്ന ഇടത്ത് അറിയാൻ പാടില്ല. പിന്നെ കാണാം നമുക്ക്. കാണാം. അഥവാ ഇടയ്ക്ക് പോവുകയാണെങ്കിൽ ഒന്ന് വിളിക്കേ. നമുക്ക് ഇവിടുന്ന് എന്റെ നമ്പർ ഉണ്ടോ? രമേശന്റെ അങ്ങനെയാണ് പറഞ്ഞാൽ മതി. ഞാൻ 6-7 ദിവസം നോയമ്പെടുത്ത് ഇടയ്ക്ക് നോക്കുകയാണ്. എനിക്കൊരു കൂട്ടും ഉണ്ടല്ലോ. പറഞ്ഞാൽ മതി. ഇന്നലെയാണോ വന്നേ അതോ ഞാനോ? രാവിലെ വന്നു. തമിഴ്നാട്ടിൽ നിന്ന് കുറേ പേര് ഇപ്രാവശ്യം പുറത്തെടുത്ത് ആ വിഗ്രഹത്തിൽ പോയി ലയമായി എന്നാണ് പറയുന്നത്. നമ്മൾ ആ ചതുരഗിരിക്ക് പോയിട്ട് വന്നപ്പോൾ ഒരു ടീം പറഞ്ഞു ഓർക്കുന്നുണ്ട്. വെള്ളിയങ്കിരിക്ക് പോക്കും, പക്ഷെ അവിടെ ഒരു ഇതുണ്ട്, അവിടെ പോകരുതെന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ട്. കമ്പും കോലും മുഴുവനും കൊടുക്കുന്നുണ്ട്. ഒന്നും വേണ്ടിയില്ല. അതൊന്നും താല്പര്യം ഇല്ലാതായി ആവുക ഇപ്പം. വണ്ടികളെല്ലാം പോയി കളയാൻ വരുന്നത് നല്ല വണ്ടിയാണ്. ഇവിടെ മകരവിളക്ക്, തമിഴ്നാട്ടിൽ പൊങ്കൽ, സൂര്യപ്പൊങ്കൽ, പൊങ്കൽ വെക്കും. അവിടൊക്കെ മറ്റേ പിന്നെ ഈ പൊങ്കലിടുന്നതൊന്നും ദേവിക്കൊന്നും അല്ല. അത് ഈ തമിഴ്നാട് സിസ്റ്റർമാരെ മലയാളികളെല്ലാം കോപ്പി അടിച്ച് ഇപ്പം അമ്പലത്തിലോട്ട് കൊണ്ടുപോയി പൊങ്കാല എന്ന് പറഞ്ഞിട്ട് വെക്കുന്നില്ല. എന്നിട്ട് കാലം ചേർക്കുന്നതുകൊണ്ട് ശരിക്കും സൂര്യനിടുന്ന പൊങ്കലാണ്. തമിഴ്ക്കാരുടെ തമിഴ് പാരമ്പര്യ സിസ്റ്റത്തിലുള്ളതാണ്. സൂര്യനിടുന്ന പൊങ്കൽ 1-ാം ദിവസം, 2-ാമത്തെ ദിവസം മാട്ടുപൊങ്കൽ. മാടില്ലേ ഇവിടെ പിടിക്കുന്നുണ്ടോ? അത് പിടിച്ചോളാം.
ശബരിമല കണ്ടിട്ടുണ്ടോ? അതോ ആ കുഞ്ഞും ആ നടുക്കാണ് ഇത് ആ നടുക്കാണെന്നിട്ട് വെള്ള പാട്ട് ഒരു പാട് കണ്ടോ? അത് തന്നെ നല്ല വെട്ടം കാണും. ഇത്ര ആളായാലും ഇവിടെ വണ്ടി നിർത്തുന്നില്ലാത്തതുകൊണ്ട് ഇറങ്ങാൻ പറ്റിയല്ലോ. അല്ലെ നമ്മൾ സ്വന്തം വണ്ടിക്ക് വന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ. ആ ഇപ്പം ബൈക്ക് വിടുന്നുണ്ട്, അതുകൊണ്ട് ഇന്നാളുണ്ട്. ഇന്നലെയാണോ പുള്ളി? ഇന്നലെ വന്നിട്ട് തിരിച്ചു പോയതാ. ആ സാധാരണ 19 വരുന്നത്. അതാ ഒരുപാട് പേര് വന്നാണ്. സീസൺ കഴിഞ്ഞാൽ നിൽക്കുന്നോണ്ടേ ഇവിടെ നിന്ന് വിളക്ക് കാണത്തില്ലേ? അപ്പുറത്തല്ലേ? ആ മൂടൽ എല്ലായിടത്തും പറയുന്ന കേട്ടാ. സന്നിധാനം കാണാം അല്ലേ? നേരെ ആ സ്വാമിയുണ്ടോ? അല്ല ഇവിടെ നിന്ന് ഞാൻ കാണിക്കാം. ഉണ്ടോ? അതല്ലേ ഈ നിൽക്കുന്ന ടവറിൽ നിന്നെല്ലാമാണ് സിഗ്നല് ശബരിമലയിലോട്ട്. സീസണിലല്ല, ഈ സാധനം എപ്പോഴും വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ പിടിക്കുന്ന സാധനം വെക്കുകയല്ല. അത് മിക്കവാറും ഈ സീസൺ സമയത്താണ് സെറ്റ് ചെയ്യുന്നത്. നമുക്ക് കയറി പോകുന്ന വഴിക്ക് കണ്ടില്ലായിരുന്നോ? ഇത് കൂട്ട് അത് ഇവിടെ നിന്നുള്ളതും ഉണ്ട്, പമ്പയെന്നുള്ളതും ഉണ്ട്. നേരെ അതാ ഇവിടുന്ന് നേരെ അങ്ങോട്ട് തന്നെയാണ്. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? കഴിക്കുന്നു. കഞ്ഞി കിട്ടും. 12 2 മണി വരെ ഉണ്ട്. അമ്മയോട് പറഞ്ഞില്ല. എത്രയാണ്? തിരുവാഭരണത്തറയാണേലും തൊട്ടപ്പുറത്താണ്. ആ ഈ കടക്കാർക്കൊന്നും കച്ചവടം ഇല്ലാതായിപ്പോയി. ഇവിടെ പാർക്കിംഗ് ഒന്നും ഇല്ലാതെ വണ്ടി വിടാതായപ്പോഴത്തേനെ. അല്ലെങ്കിൽ ഇവിടെ കുറേ കടക്കാരുണ്ടായിരുന്നോ? അതെ അതെ. ഒരു അതെ ചേട്ടന്മാർ വീട്ടിൽ നിന്ന് മാല ഇട്ടുകൊണ്ട് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഊരിയിട്ടിട്ട് പോയി.
ഇന്നലെ ഇവിടെ എല്ലാം ഇത് നല്ല ഇതിൽ കൂടുതൽ വണ്ടി ഉണ്ടായിരുന്നു, നല്ല ആൾ വരും. ലൈറ്റ് കയറണ്ട ഉറക്കം. ശരി സമർപ്പണം. കളർ വ്യത്യാസം, ചെറിയ കളർ വ്യത്യാസം ഉണ്ടെങ്കിലും ഡ്രസ് കോഡ് ഇതല്ലേ? എവിടെ വീട്? ഉണ്ടൊക്കെ. ഞാൻ വന്ന് കണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അവിടെ പരിപാടി വരുന്നുണ്ട്. ഇവിടെ തന്നെ ഞങ്ങള് സ്വച്ഛ ശബരിമലയ്ക്ക് പോകാനായിട്ട് കുറെ പേരുണ്ട്. ഇങ്ങനെ വെറുതെ വന്നു. ഇത് രണ്ടു മാസം ചെയ്തത്. ഇത് ഞാൻ പിന്നെ സെക്കൻഡ് എടുത്തായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ല സോണിയാ. അതെ അതെ ഇത് ഉണ്ടൊക്കെ. മിഷനാണ് ആദ്യം നമ്മൾ പ്രചാരണം ചെയ്യുന്നത്. ആശ്രമം പിന്നെ കള വീടുകളിൽ നിവൃത്തിയുള്ളൂ. ആദ്യം എതിർത്ത് നോക്കും. ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, അത് പമ്പാ ഗണപതി, ധർമ്മശാസ്താവ്, അത് മീനാക്ഷി, അവരുടെ കുലദൈവം. അപ്പോൾ കാളിയോ? അതാണ് അടുത്ത ചോദ്യം. വലിയ പ്രാധാന്യം കാളിക്കുണ്ട്. കാളി എവിടെയെന്നാണ് അടുത്ത ചോദ്യം. മാളയപ്പുറത്തിരിക്കുന്നത് മീനാക്ഷിയാണെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ മാളയപ്പുറത്ത് പ്രത്യക്ഷിച്ചിരിക്കുന്നത് കാളീനെ. നിങ്ങളും സമാധിയാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉപാസനാമൂർത്തിയെ മുന്നിൽ നിർത്തിയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും യോഗീശ്വരനായിട്ട് പോകുന്ന എവിടെയെങ്കിലും സമാധി ആക്കപ്പെടും. ഉപാസനാമൂർത്തിക്ക് തന്നെയാണ് പ്രാധാന്യം. അദ്ദേഹം കാളി ഉപാസകനായിരുന്നു.
അവിടെ അല്ലേ ഏട്ടത്തോടല്ലേ നമ്മൾ നിന്ന് സ്ഥലമാണ്. ആ തിളക്കം കാണുന്നതാണോ? അത് പുല്ലുമേടാ കാണുന്നത്. അതിൻ്റെ അവിടെ ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു ഷെഡ് പോലെ ഉണ്ടോ? അവിടെ ഞാൻ തോന്നുന്നു ഫോറസ്റ്റിൻ്റെ ഓഫീസ്. അതിൻ്റെ തൊട്ട് താഴെ ഒരു വഴി പോലെ ഉണ്ടോ? അതിൽ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് കാണും. ആൾക്കാരൊന്നും എനിക്ക് തോന്നി ഞാൻ അവിടെ വന്നപ്പോ ഇങ്ങനെ കടന്നു ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇപ്പോൾ വന്നോളൂ. എപ്പോഴും എപ്പോഴും തവ പാദങ്ങളല്ലാതെ മറ്റൊരു മനസ്സില്ലാതെ പാലിത് കൃഷ്ണന്മാരുടെ ഞങ്ങളും നിത്യവും വിഷ്ണുനന്ദന സ്വാമി നിലാവയ്യ അയ്യപ്പ എൻ്റെ യാത്ര
ദർശനോ